വളരെ സങ്കടകരമായ എന്താ പറയാ നെഞ്ചിൽ തറയ്ക്കുന്ന ഒരു ചോദ്യത്തിൽ നിന്നാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു അന്വേഷണം നമ്മൾ തുടങ്ങുന്നത്. ഉം. ഇനി ഞാൻ ആർക്കു വേണ്ടി ഭക്ഷണം പാകം ചെയ്യും? കേൾക്കുന്ന നിങ്ങളെപ്പോലെ തന്നെ എന്നെയും വല്ലാതെ ഉലച്ച ഒരു ചോദ്യമാണിത് ശരിക്കും. ആ ചോദ്യത്തിന്റെ ഭാരം അത് വളരെ വലുതാണ്. ശരിക്കും എന്താണ് ആ അമ്മയ്ക്ക് അവിടെ സംഭവിച്ചത്? അതൊരു വളരെ സാധാരണമായ ദിവസമായിരുന്നു. ആ അമ്മയുടെ മകൻ ഇപ്പൊ വെറും ഒരു 5 മിനിറ്റ് ദൂരമുള്ള അടുത്തുള്ള ഒരു കടയിലേക്ക് സുഹൃത്തിന്റെ ബൈക്കിലൊന്ന് പോയതാണ്. ഹെൽമെറ്റ് വെച്ചിരുന്നില്ല. ഉം. അവിടെ ഒരു ചെറിയ അപകടം സംഭവിച്ചു. സങ്കടകരമെന്ന് പറയട്ടെ, ആ മകൻ പിന്നീട് ഒരിക്കലും ആ വീട്ടിലേക്ക് തിരിച്ചു വന്നില്ല. സ്വന്തം ജീവന്റെ പാതിയായിരുന്ന മകൻ നഷ്ടപ്പെട്ട ഒരമ്മയുടെ വിലാപമാണ് നമ്മൾ ആ തുടക്കത്തിൽ കേട്ടത്. അത് കേൾക്കുമ്പോൾ തന്നെ എന്താ പറയാ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ആ അമ്മയുടെ വേദനയ്ക്ക് മുന്നിൽ ലോകത്തിലെ ഒരു നിയമങ്ങൾക്കും അല്ലെങ്കിൽ എത്ര വലിയ നഷ്ടപരിഹാര തുകയ്ക്കും ഉത്തരം നൽകാൻ കഴിയില്ല. അതെ, തീർച്ചയായും. അവിടെ ബാക്കിയാവുന്നത് ഒരിക്കലും നികത്താനാവാത്ത ഒരു വലിയ ശൂന്യത മാത്രമാണ്. നമ്മൾ പലപ്പോഴും ഈ റോഡ് സുരക്ഷയെ കാണുന്നത് കേവലം എന്തെങ്കിലും നിയമങ്ങളുടെയോ അല്ലെങ്കിൽ ഫൈനുകളുടെയോ കണ്ണിലൂടെ മാത്രമാണല്ലോ. ശരിയാ, നമ്മളെപ്പോഴും അങ്ങനെയാണല്ലോ ചിന്തിക്കാറ്. ഫൈൻ കിട്ടുമോ നോക്കിയിട്ടാണ് പലരും ഹെൽമെറ്റ് വെക്കുന്നത് തന്നെ. അതെ അതെ. പക്ഷെ ഇതിന്റെ യഥാർത്ഥ വില കൊടുക്കുന്നത് ആ ഡ്രൈവ് ചെയ്യുന്ന വ്യക്തിയല്ല, മറിച്ച് അവരെ കാത്തിരിക്കുന്നവരുടെ കുടുംബമാണ്. കൃത്യമായി പറഞ്ഞാൽ ഈയൊരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് സയ്യിദ് അബ്ദുൽ ഹക്കീം എഴുതിയ ഹർഘർ സെ ഏക് സൈനിക് എന്ന പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുന്നത്. ഉം. ഒരു വിനീതമായ അഭ്യർത്ഥന എന്നാണ് ഈ അധ്യായത്തിന്റെ പേര് തന്നെ. ഇതൊരു നിയമങ്ങളെക്കുറിച്ചുള്ള ക്ലാസ് അല്ല, മറിച്ചിൽ കേൾക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടുമുള്ള വളരെ വൈകാരികവും എന്നാൽ ശാസ്ത്രീയവുമായ ഒരു അപേക്ഷയാണിത്. അതെ, അതായത് ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് പോലീസിനെ ഭയന്നിട്ടല്ല, മറിച്ച് വീട്ടിൽ നമ്മളെയും കാത്ത് സുരക്ഷിതമായി നമ്മൾ തിരിച്ചെത്തുമെന്ന് വിശ്വസിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയാണെന്ന വലിയൊരു തിരിച്ചറിവ് നൽകുക എന്നതാണ് ഗ്രന്ഥകർത്താവിന്റെ യഥാർത്ഥ ലക്ഷ്യം. എന്നാൽ അതിനു മുമ്പ് എന്തുകൊണ്ടാണ് മനുഷ്യർ ഇത്രത്തോളം അശ്രദ്ധ കാണിക്കുന്നത് എന്നതിന്റെ ഒരു മനഃശാസ്ത്രം നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ശരിക്കും തുടങ്ങേണ്ടത് എന്ന് തോന്നുന്നു. ആ അമ്മയുടെ കണ്ണുനീരിൽ നിന്ന് തന്നെ നമുക്കതൊന്ന് പരിശോധിക്കാം. എന്തുകൊണ്ടാണ് ആ യുവാവെന്ന് ഹെൽമെറ്റ് വെക്കാതിരുന്നത്? അതൊരു ഷോർട്ട് ട്രിപ്പായിരുന്നു അല്ലേ? അതെ അതെ, കാരണം അതൊരു ചെറിയ ദൂരമായിരുന്നു. തൊട്ടടുത്തുള്ള കടയിലേക്കല്ലേ, പിന്നെ എന്തിനാ വെറുതെ ഹെൽമെറ്റ് എന്ന ഒരു ചിന്ത. ഈ ഷോർട്ട് ട്രിപ്പ് എന്ന മിഥ്യാധാരണയാണ് നമ്മൾ ആദ്യം പൊളിച്ചെഴുതേണ്ടത്. എന്തുകൊണ്ടാണ് ഈ ചെറിയ ദൂരങ്ങളിൽ നമ്മൾ ഇത്രയധികം അശ്രദ്ധരാകുന്നത്? ഇതൊരു വളരെ രസകരമായ മനഃശാസ്ത്രപരമായ പ്രശ്നമാണ് ശരിക്കും. വലിയ ദൂരങ്ങളിലേക്ക് എവിടേക്കെങ്കിലും ലോങ് ഡ്രൈവ് പോകുമ്പോൾ മാത്രം സുരക്ഷാ മുൻകരുതലുകൾ എടുത്താൽ മതിയെന്നാണ് ഭൂരിഭാഗം ആളുകളുടെയും വിചാരം. ശരിയാ. ഇതിന് കാരണം നമ്മുടെ തലച്ചോറിന്റെ ഒരു പ്രവർത്തന രീതിയാണ്. തലച്ചോർ എപ്പോഴും ഊർജം സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന ഒരു അവയവമാണ്. നമ്മൾ മുൻപും ഇതേ കടയിലേക്ക് ഈ ചെറിയ ദൂരങ്ങളിൽ ഹെൽമെറ്റില്ലാതെ പോയിട്ടുണ്ട്. അന്നൊന്നും ഒന്നും സംഭവിച്ചിട്ടുമില്ല. ഈയൊരു അതിജീവനത്തിന്റെ റെക്കോർഡ് നമ്മുടെ തലച്ചോർ ശേഖരിച്ചു വയ്ക്കുകയും ഷോർട്ട് ട്രിപ്പുകൾ സുരക്ഷിതമാണെന്ന് നമ്മളെ തന്നെ വിശ്വസിപ്പിക്കുകയും ചെയ്യുന്നു. ഇതിനെ ഈ പ്രെഡിക്റ്റീവ് കോഡിംഗ് എന്ന് വിളിക്കാം. ഓ, അങ്ങനെ. അതെ, കഴിഞ്ഞ കാലത്തെ അനുഭവങ്ങൾ വച്ച് തലച്ചോർ മുൻകൂട്ടി കാര്യങ്ങൾ തീരുമാനിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. ഒരു മിനിറ്റ്, അപ്പൊ നിങ്ങൾ പറയുന്നത് നമ്മുടെ സ്വന്തം തലച്ചോറ് നമ്മളെ കബളിപ്പിക്കുകയാണ് എന്നാണോ? കാരണം കഴിഞ്ഞ തവണ അപകടം പറ്റിയില്ല എന്നത് അടുത്ത തവണ അപകടം പറ്റില്ല എന്നതിനുള്ള യാതൊരു ഉറപ്പും അല്ലല്ലോ. കൃത്യമായി പറഞ്ഞു. അവിടെയാണ് ശരിക്കും തലച്ചോറിനെ തെറ്റുപറ്റുന്നത്. അപകടങ്ങൾക്ക് ഈ ദൂരവും സമയവും ഒന്നും അറിയില്ലല്ലോ. നമ്മൾ ചെയ്യുന്ന ചെറിയ അശ്രദ്ധകൾ, ഉദാഹരണത്തിന് 60 കിലോമീറ്റർ വേഗതയിൽ പോകുന്ന ഒരു കാറിൽ ഇരുന്നുകൊണ്ട് നിങ്ങൾ വെറുമൊരു 2 സെക്കൻഡ് നിങ്ങളുടെ ഫോണിലേക്ക് നോക്കുന്നു എന്ന് കരുതുക. സാധാരണ എല്ലാവരും ചെയ്യുന്ന കാര്യമാണല്ലോ അത്. അതെ, യഥാർത്ഥത്തിൽ കണ്ണടച്ചുകൊണ്ട് നിങ്ങൾ വാഹനം ഓടിക്കുന്നത് 33 മീറ്ററോളം ദൂരമാണ്. ചിന്തിച്ചു നോക്കൂ, ആ 33 മീറ്ററിനുള്ളിൽ ഒരു കുട്ടി റോഡിലേക്ക് ചാടാം, അല്ലെങ്കിൽ മുന്നിലെ വാഹനം പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇടാം. ശരിയാ. അവിടെ നിങ്ങളുടെ ഈ മുൻകാല ഡ്രൈവിംഗ് പരിചയത്തിന് യാതൊരു വിലയുമില്ല. റോഡ് പ്രതികരിക്കുന്നത് ആ നിമിഷത്തിലെ നിങ്ങളുടെ ശ്രദ്ധയോട് മാത്രമാണ്. ഇത് കേൾക്കുമ്പോഴെനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ വളരെ ലളിതമായ ഒരു കാര്യമാണ്. നമ്മൾ വെറും 5 മിനിറ്റ് പുറത്തു പോകുമ്പോൾ പോലും വീടിന്റെ വാതിൽ പൂട്ടാൻ മറക്കാറില്ല അല്ലേ? തീർച്ചയായുമില്ല. കാരണം അതിനുള്ളിലെ സാധനങ്ങൾ, അതിപ്പോ ടിവിയോ ലാപ്ടോപ്പോ എന്തുമാകട്ടെ, അത് നമുക്ക് അത്രത്തോളം വിലപ്പെട്ടതാണ്. ഒരു കള്ളൻ കയറിയാലോ എന്ന വലിയ ഭയം നമുക്കുണ്ട്.
പിന്നെ എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം ജീവന്റെ കാര്യത്തിൽ ഈ 5 മിനിറ്റ് ദൂരത്തേക്ക് നാം ഹെൽമെറ്റോ സീറ്റ് ബെൽറ്റോ ഒഴിവാക്കുന്നത്? വിചിത്രമല്ലേ അത്? വീട്ടിനേക്കാൾ വിലപ്പെട്ടതല്ലേ നമ്മുടെ സ്വന്തം തല? അത് വളരെ വളരെ ചിന്തിപ്പിക്കുന്ന ഒരു താരതമ്യമാണത്. ഒരു വീടിനേക്കാൾ, അതിലെ സാധനങ്ങളെക്കാൾ വിലപ്പെട്ടതാണ് നമ്മുടെ ജീവനെന്ന് നമ്മൾ ശരിക്കും സ്വബോധത്തോടെ അംഗീകരിക്കാത്തതുകൊണ്ടാണ് ഈയൊരു അശ്രദ്ധ ഉണ്ടാകുന്നത്. അതെ. വാഹനമെടുക്കുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകേണ്ട ഒരേയൊരു ലക്ഷ്യം സുരക്ഷിതമായി വീട്ടിലേക്ക് മടങ്ങിവരിക എന്നത് മാത്രമായിരിക്കണം, അല്ലാതെ വേഗത്തിലെത്തുക എന്നതാകരുത്. ശരിയാ. പക്ഷേ ഇവിടെ മറ്റൊരു വലിയ പ്രശ്നം കൂടിയുണ്ട്. നമ്മൾ ചെയ്യുന്ന ഈ ചെറിയ അശ്രദ്ധകൾ അത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്. വാഹനത്തിന്റെ പിൻസീറ്റിലിരുന്ന് ഇതെല്ലാം നിരീക്ഷിക്കുന്ന നമ്മുടെ കുട്ടികളെ കൂടിയാണിത് ബാധിക്കുന്നത്. ഓ, അതൊരു വലിയ വിഷയമാണ്. കുട്ടികൾ ഈ റോഡ് സുരക്ഷ ശരിക്കും പഠിക്കുന്നത് എവിടെ നിന്നാണ് എന്നുള്ളത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒന്നല്ലേ? എനിക്ക് തോന്നുന്നത് കുടുംബം എന്നതാണ് ഏതൊരു കുട്ടിയുടെയും ആദ്യത്തെ ഡ്രൈവിംഗ് സ്കൂൾ എന്നാണ്. തീർച്ചയായും കുട്ടികൾ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് കേവലം നമ്മൾ പറയുന്ന വാക്കുകളിലൂടെയല്ല, മറിച്ച് മുതിർന്നവർ ചെയ്യുന്നത് കണ്ടുകൊണ്ടാണ്. മിറർ ന്യൂറോണുകൾ എന്നാണ് ശരിക്കും ശാസ്ത്രം ഇതിനെ വിളിക്കുന്നത്. എന്നുവെച്ചാല് അവരത് അതുപോലെ കോപ്പി ചെയ്യൂ അല്ലേ? അതെ. നമ്മളിപ്പോൾ സീറ്റ് ബെൽറ്റ് ധരിക്കാതിരിക്കുമ്പോഴോ അമിത വേഗതയിൽ വണ്ടി ഓടിക്കുമ്പോഴോ അല്ലെങ്കിൽ സിഗ്നലുകളിൽ ചെറിയ രീതിയിൽ നിയമം തെറ്റിക്കുമ്പോഴോ ഒക്കെ പിൻസീറ്റിൽ ഇരിക്കുന്ന കുട്ടി പഠിക്കുന്നത് ഇതൊക്കെ വളരെ സാധാരണമാണ് എന്നാണ്. ഇതിനെയാണ് രചയിതാവ് ഈ പുസ്തകത്തിൽ പറയാതെ നൽകുന്ന അനുവാദം എന്ന് വിളിക്കുന്നത്. അതായത് അൺസ്പോക്കൻ പെർമിഷൻ. നമ്മൾ അറിയാതെ തന്നെ നിയമം ലംഘിക്കാനുള്ള ഒരു ലൈസൻസ് അവർക്ക് നൽകുകയാണവിടെ. അല്ല, എനിക്കിവിടെ ചെറിയൊരു വിയോജിപ്പുണ്ട്. നമുക്കിതൊന്ന് തുറന്നു പരിശോധിക്കാം. പറയാം. ഈ നിയമങ്ങൾ പഠിപ്പിക്കേണ്ടത് സ്കൂളുകളുടെയും അധികാരികളുടെയും ചുമതലയല്ലേ? ഇപ്പോ ഇന്നത്തെ കാലത്ത് സ്കൂളുകളിൽ ട്രാഫിക് പാർക്കുകളുണ്ട്, റോഡ് സുരക്ഷാ ക്ലാസുകളുണ്ട്. മാതാപിതാക്കളിപ്പോൾ കാറിൽ വെച്ച് എന്തശ്രദ്ധ കാണിച്ചാലും ദിവസവും 8 മണിക്കൂർ സ്കൂളിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങൾ കുട്ടികളുടെ മനസ്സിൽ കൂടുതൽ ആഴത്തിൽ പതിയുകയില്ലേ? ഒറ്റനോട്ടത്തിൽ നമുക്ക് അങ്ങനെ തോന്നാം. പക്ഷേ യഥാർത്ഥ സൈക്കോളജി അതല്ല. ഒരു കുട്ടിക്ക് തന്റെ മാതാപിതാക്കളോടുള്ള വൈകാരികമായ ഒരു അടുപ്പവും വിശ്വാസവും ഒരിക്കലും ഒരു പാഠപുസ്തകത്തോടും ഉണ്ടാകില്ല. അത് ശരിയാ. അച്ഛൻ വണ്ടിയെടുക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കുന്നത് സ്ഥിരമായി കാണുന്ന ഒരു കുട്ടിക്ക് സ്കൂളിലെ അധ്യാപകൻ പറയുന്ന നിയമങ്ങളേക്കാൾ വലുത് സ്വന്തം അച്ഛന്റെ പ്രവൃത്തികളാണ്. കുട്ടിക്ക് ഒരു 14 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഈ ശീലങ്ങൾ അവരുടെ തലച്ചോറിൽ വളരെ സ്ട്രോങ് ആയി രേഖപ്പെടുത്തപ്പെടുന്നു. ഓഹോ. അതെ, സ്കൂളിലെ തിയറികളേക്കാൾ അവർ വിശ്വസിക്കുന്നത് സ്വന്തം ഹീറോയുടെ, അതായത് മാതാപിതാക്കളുടെ പ്രായോഗികമായ പ്രവൃത്തികളെയാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായി പോയി വരൂ എന്നത് എല്ലാ വീട്ടിലെയും വെറുമൊരു യാത്രയയപ്പ് വാചകം മാത്രമാകാതെ മാതാപിതാക്കൾ അത് പ്രവൃത്തിയിലൂടെ അവർക്ക് കാണിച്ചു കൊടുക്കുകയും വേണം. ശരി, അത് തികച്ചും യുക്തിസഹമാണ്. അപ്പോൾ നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. ഇനി ഈ കുട്ടികൾ വളർന്ന് കൗമാരക്കാരാകുമ്പോൾ അപ്പോൾ അവരുടെ ലോകം മാറുന്നുണ്ടല്ലോ. അതെ. സ്വാധീനമെന്നത് മാതാപിതാക്കളിൽ നിന്നും മാറി പതുക്കെ കൂട്ടുകാരിലേക്കും സോഷ്യൽ മീഡിയയിലേക്കും എത്തുന്നു. ഇന്ന് നമ്മൾ കാണുന്ന ഏറ്റവും വലിയ ഭീഷണി സ്ക്രീനിലെ യാഥാർത്ഥ്യവും യഥാർത്ഥ റോഡിലെ യാഥാർത്ഥ്യവും അവർ തിരിച്ചറിയുന്നില്ല എന്നതാണ്. അതാണ് സത്യത്തിൽ ഇന്നത്തെ ഏറ്റവും വലിയ വെല്ലുവിളിയും. സിനിമകളിലും ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം ഷോർട്ട് വീഡിയോകളിലുമൊക്കെ കാണുന്ന ഹൈസ്പീഡ് ചേസിങ്ങുകൾക്കും സാഹസിക പ്രകടനങ്ങൾക്കും പിന്നിൽ വ്യക്തമായ പ്ലാനിംഗ് ഉണ്ട്. അതെ, അവർക്കതിന് ട്രെയിനിംഗ് ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായും. അവിടെ സേഫ്റ്റി നെറ്റുകളുണ്ട്, സ്റ്റണ്ട് വിദഗ്ധരുണ്ട്, ക്യാമറ ട്രിക്കുകളുണ്ട്. എന്നാൽ നമ്മൾ ഓടിക്കുന്ന യഥാർത്ഥ റോഡിൽ ഈ ഭൗതികശാസ്ത്രത്തിന്റെ, അതായത് ഫിസിക്സിന്റെ നിയമങ്ങൾ മാത്രമേയുള്ളൂ. അവിടെ സ്പീഡ്, ഗ്രാവിറ്റി, മാസ് എന്നിവ മാത്രമാണ് ബാക്കിയെല്ലാം തീരുമാനിക്കുന്നത്. അവിടെ രണ്ടാമതൊരു ടേക്കില്ല. എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഇവര് വിചാരിക്കുന്നത് ജീവിതം ഒരു മാന്ത്രിക വിദ്യയാണെന്നാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും വീഡിയോ ഗെയിം പോലെയാണെന്ന്. അതെ. വീഡിയോ ഗെയിമുകളിൽ നമ്മൾ ഔട്ടായാലും നമുക്ക് വീണ്ടും റീസ്പോൺ ചെയ്യാം, അതായത് പുതിയൊരു ലൈഫ് കിട്ടും. പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ സിംഗിൾ ടേക്ക് മാത്രമേ ഉള്ളൂ, പോയാൽ പോയി. എന്നിട്ടും ഇത്തരം അപകടകരമായ വീഡിയോകൾക്ക് താഴെ ആളുകൾ ഈ ഫയർ ഇമോജികളൊക്കെ കൊടുത്ത് പ്രോത്സാഹിപ്പിക്കുന്നത് കാണാം. ഇതൊരു വല്ലാത്ത അവസ്ഥയല്ലേ? ആ ഒരു പ്രോത്സാഹനമാണ് ഈ കുട്ടികൾ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ്. സോഷ്യൽ മീഡിയയിലെ ആ ലൈക്കുകളും കമന്റുകളുമാണ് വീണ്ടും വീണ്ടും ഇത്തരം സാഹസികതകൾ ചെയ്യാൻ യുവാക്കളെ പ്രേരിപ്പിക്കുന്നത്. അതൊരു വലിയ സാമൂഹികമായ അംഗീകാരമായി അവർ തെറ്റിദ്ധരിക്കുകയാണ്. നമ്മൾ അറിയാതെ തന്നെ ആ അപകടങ്ങൾക്ക് നമ്മളും കൂട്ടുനിൽക്കുകയാണ്.
ഒരു തെറ്റായ കാര്യത്തിന് കൈയടിക്കുമ്പോൾ നമ്മളും ആ തെറ്റിന്റെ ഭാഗമാകുന്നു എന്നവർ മനസ്സിലാക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഒരു സുഹൃത്തെന്ന നിലയിൽ നമ്മളവിടെ എന്താണ് ചെയ്യേണ്ടത്? ഇത്തരം വീഡിയോകൾ ഇപ്പോൾ കൂട്ടുകാർ വാട്സാപ്പ് ഗ്രൂപ്പിലോ മറ്റോ ഷെയർ ചെയ്യുമ്പോൾ അവിടെ കയറി വലിയൊരു സുരക്ഷാ ക്ലാസ് എടുത്താൽ എല്ലാവരും നമ്മളെ കളിയാക്കും. അതെ, അത് ഉറപ്പാണല്ലോ. ഒരുപക്ഷേ അമ്മാവൻ എന്ന് വിളിച്ച് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കിയെന്നും വരാം. എങ്ങനെയാണ് ഈ ഒരു സാഹചര്യത്തെ നമ്മൾ വളരെ പ്രാക്ടിക്കലായിട്ട് കൈകാര്യം ചെയ്യേണ്ടത്? അതിന് മനഃശാസ്ത്രപരമായ ഒരു പരിഹാരമുണ്ട്. ബൈസ്റ്റാൻഡേർഡ് എഫക്റ്റ് എന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു തെറ്റ് നടക്കുമ്പോൾ ആരെങ്കിലും പ്രതികരിക്കുമെന്ന് കരുതി എല്ലാവരും മിണ്ടാതിരിക്കുന്ന അവസ്ഥ. ആഹാ. ആ ഗ്രൂപ്പിൽ നിങ്ങൾ വലിയ പ്രസംഗമൊന്നും നടത്തേണ്ടതില്ല. ആരെങ്കിലും അത്തരമൊരു വീഡിയോ ഷെയർ ചെയ്താൽ അത് കണ്ടപ്പോൾ എനിക്ക് പേടിയായി, അല്ലെങ്കിൽ അത് വളരെ അപകടകരമായി തോന്നി എന്നൊരു ചെറിയ മെസ്സേജ് അവിടെ ഇടുക. ആ ഒരൊറ്റ വരി ആ ഗ്രൂപ്പിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും. അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഒരു ചെറിയ മെസ്സേജ് കൊണ്ട് ആളുകളുടെ ചിന്താഗതി അങ്ങനെ പെട്ടെന്ന് മാറുമോ? തീർച്ചയായും മാറും. കാരണം ആ വാചകം, ആ പ്രവൃത്തിയെ അവർ കാണുന്ന ആ ഹീറോയിസത്തിൽ നിന്നും മാറ്റി യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരുന്നു. ഒരാൾ ധൈര്യപൂർവ്വം ഇത് എനിക്ക് അൺകംഫർട്ടബിൾ ആണെന്ന് പറയുമ്പോൾ ഉള്ളിൽ ഇതേ ചിന്തയുള്ള മറ്റുള്ള സുഹൃത്തുക്കൾക്കും അവിടെ പ്രതികരിക്കാൻ ധൈര്യം ലഭിക്കുകയാണ്. ഓ, അങ്ങനെ ഒരു സൈക്കോളജി അതിലുണ്ടല്ലേ? അതെ, അവിടെ ആ തെറ്റായ പ്രോത്സാഹനത്തിന്റെ ചങ്ങല പൊട്ടുകയാണ്. അത് നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ്. ഇതൊരു ഹീറോയിസമല്ല, മറിച്ച് വലിയൊരു മണ്ടത്തരമാണ് എന്നത്. അതൊരു വളരെ പുതിയ അറിവാണ് കേട്ടോ. ഇതിന്റെ അർത്ഥം നമ്മുടെ സ്വാധീനം എന്ന് പറയുന്നത് വലിയൊരു ഫോളോവേഴ്സ് ലിസ്റ്റ് മാത്രമല്ല എന്നാണ്. സ്വാധീനം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ നമ്മളിവിടെ ശരിക്കും മാറ്റി എഴുതുകയാണ്. പലരും ചിന്തിക്കും, തങ്ങൾക്കിപ്പോ ഇൻസ്റ്റഗ്രാമിൽ ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഒന്നുമില്ലല്ലോ, പിന്നെ താൻ വിചാരിച്ചാൽ സമൂഹത്തിൽ എന്തു മാറ്റമാണ് ഉണ്ടാവുക എന്ന്. അത് തികച്ചും തെറ്റായ ഒരു ധാരണയാണ്. സ്വാധീനമെന്നത് നിങ്ങളുടെ ചുറ്റുമുള്ള കുറച്ചുപേരിൽ നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്ന മാറ്റമാണ്. നിങ്ങൾക്കൊപ്പമുള്ള സഹപ്രവർത്തകൻ, നിങ്ങളുടെ അടുത്ത സുഹൃത്ത്, നിങ്ങളുടെ സ്വന്തം കുട്ടി, ഇവരെല്ലാം നിങ്ങളെ എപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ട്. ശരിയാ. ഉദാഹരണത്തിന്, ഇപ്പോൾ ഒരു പാർട്ടി കഴിഞ്ഞിറങ്ങുമ്പോൾ മദ്യപിച്ച് നിങ്ങളുടെ സുഹൃത്തിന് ഡ്രൈവ് ചെയ്യാൻ കാറിന്റെ താക്കോല് കൊടുക്കാതെ അവനൊരു ക്യാബ് വിളിച്ചു കൊടുക്കുമ്പോൾ നിങ്ങൾ അവിടെ വലിയൊരു മാറ്റമാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുന്നത്. ഒരുപക്ഷേ അന്ന് നിങ്ങൾ രക്ഷിച്ചത് അവനെ മാത്രമല്ല, അവൻ ഇടിച്ചു മരിക്കാമായിരുന്ന ഒരു നിരപരാധിയെ കൂടിയാകാം. ഈ സ്വാധീനത്തിന്റെ കാര്യം പറയുമ്പോൾ സെലിബ്രിറ്റികൾക്കും ഇതിൽ വലിയൊരു പങ്കില്ലേ? ഈ കോടികൾ മുടക്കി സർക്കാരുകൾ പരസ്യം ചെയ്യുന്നതിനേക്കാൾ ഫലം അവർ വിചാരിച്ചാലുണ്ടാകില്ലേ? 100%. സിനിമയിലെ നായകൻ കാറിൽ കയറുമ്പോൾ വളരെ സ്വാഭാവികമായി സീറ്റ് ബെൽറ്റ് ഇടുന്നൊരു രംഗം, അല്ലെങ്കിൽ ഹെൽമെറ്റ് വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നൊരു സീൻ. ഇതിന് പ്രത്യേകിച്ചൊരു പരസ്യമോ ബോധവൽക്കരണമോ ഒന്നും ആവശ്യമില്ല. അതെ, ആളുകളത് അനുകരിക്കുമല്ലോ. തീർച്ചയായും. ലക്ഷക്കണക്കിന് ആരാധകർ അത് കാണുമ്പോൾ അതൊരു ശീലമായി മാറും. അവരുടെ ആ സ്വാധീനം ജീവൻ രക്ഷിക്കാൻ കൂടി അവർ ഉപയോഗിക്കണം എന്നാണ് പുസ്തകത്തിൽ പറയുന്നത്. ശരി, നമ്മളിപ്പോൾ വ്യക്തികളുടെയും സുഹൃത്തുക്കളുടെയും പിന്നെ സെലിബ്രിറ്റികളുടെയും ഒക്കെ കാര്യങ്ങൾ സംസാരിച്ചു. ഇനി എനിക്ക് മറ്റൊരു വലിയ ചോദ്യം ചോദിക്കാനുണ്ട്. ചോദിക്കൂ. നമ്മൾ ഈ ഭാരം മുഴുവൻ വ്യക്തികളുടെ തലയിൽ മാത്രം ഇങ്ങനെ വെച്ചുകൊടുക്കുന്നത് ശരിയാണോ? സമൂഹത്തിലെ വലിയ സ്ഥാപനങ്ങൾക്ക് ഇവിടെ യാതൊരു ഉത്തരവാദിത്വവുമില്ലേ? എനിക്കിത് ചിന്തിക്കുമ്പോൾ തോന്നുന്നൊരു ഉദാഹരണം പറയാം. എന്താണ്? ഇപ്പൊ നമ്മൾ വളരെ മനോഹരമായൊരു വീട് പണിതിട്ട് അതിന്റെ മുൻവാതിൽ കള്ളന്മാർക്കായി തുറന്നിടുന്നതിന് തുല്യമല്ലേ ഒരു കമ്പനിയുടെ കാര്യം? അതായത് ഒരു ഫാക്ടറിയിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് തലയിൽ വെക്കാൻ ഹെൽമെറ്റ് നിർബന്ധമാക്കുന്നു. പക്ഷേ ആ ഫാക്ടറിയുടെ തറ മുഴുവൻ വഴുതി വീഴുന്ന എണ്ണമയമാണ്. അത് വൃത്തിയാക്കാൻ കമ്പനി തയ്യാറല്ല. അതുപോലെ തന്നെയല്ലേ വലിയ കോർപ്പറേറ്റ് കമ്പനികൾ തങ്ങളുടെ ജീവനക്കാർക്ക് മികച്ച ആരോഗ്യ ഇൻഷുറൻസ് കൊടുത്തിട്ട് അവർ സുരക്ഷിതമായി ഓഫീസിലെത്തുന്നുണ്ടോ എന്ന് ഒട്ടും ശ്രദ്ധിക്കാതിരിക്കുന്നത്? അത് വളരെ വളരെ മികച്ച ഒരു താരതമ്യമാണത്. വ്യക്തികൾ മാത്രം വിചാരിച്ചാൽ പോരാ, ഈ സിസ്റ്റം കൂടി ശരിക്കും മാറണം. കോർപ്പറേറ്റ് കമ്പനികൾ, റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകൾ, അതുപോലെ കോളേജുകൾ, രാഷ്ട്രീയക്കാർ എന്നിവർക്കെല്ലാം റോഡ് സുരക്ഷ തങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഭാഗമാക്കാം. പക്ഷേ ഇപ്പം അത് എങ്ങനെ പ്രായോഗികമായി നടപ്പിലാക്കും? ഒരു കമ്പനി എങ്ങനെയാണ് തങ്ങളുടെ ജീവനക്കാരുടെ റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നത്? അത് വളരെ എളുപ്പമുള്ള കാര്യമാണ്. കമ്പനികൾക്ക് അവരുടെ പോളിസികളിൽ മാറ്റം വരുത്താം. തങ്ങളുടെ ജീവനക്കാരോട് നിങ്ങൾ സുരക്ഷിതരായി ഓഫീസിലെത്തണം, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനം, അല്ലാതെ 5 മിനിറ്റ് വൈകുന്നതല്ല എന്ന് ഉറപ്പിച്ചു പറയാം. എന്നുവെച്ചാൽ ആ പ്രഷർ ഒഴിവാക്കാമല്ലേ? അതെ. മീറ്റിംഗുകൾക്ക് കൃത്യസമയത്ത് ഓടിയെത്തുന്നതിനേക്കാൾ പ്രാധാന്യം ജീവനക്കാരുടെ ജീവന് നൽകണം. സുരക്ഷിതമായ ഡ്രൈവിംഗ് ശീലങ്ങൾ വേണമെങ്കിൽ കമ്പനിയുടെ അപ്രൈസൽ സിസ്റ്റത്തിന്റെ തന്നെ ഭാഗമാക്കാം. ഇനിയിപ്പോ
റെസിഡന്റ് വെൽഫെയർ അസോസിയേഷനുകളുടെ കാര്യമെടുക്കുക. തങ്ങളുടെ അപ്പാർട്ട്മെന്റ് ഗേറ്റിലൂടെ ഹെൽമെറ്റ് ഇല്ലാതെ പോകുന്നവരെ തടയാനും അവരെ ഒന്ന് ബോധവൽക്കരിക്കാനും അവർക്ക് ഈസിയായിട്ട് സാധിക്കും. അപ്പോൾ മാധ്യമങ്ങൾക്കും ഇതിൽ വലിയ പങ്കുണ്ടല്ലോ. ഈ വാർത്താ ചാനലുകൾ അനാവശ്യ വിവാദങ്ങൾ ഇങ്ങനെ മണിക്കൂറുകളോളം ചർച്ച ചെയ്യുന്നതിനു പകരം റോഡ് സുരക്ഷയ്ക്ക് പ്രൈം ടൈമിൽ കുറച്ചു സമയം നൽകിയാൽ അത് വലിയൊരു മാറ്റം കൊണ്ടുവരില്ലേ? തീർച്ചയായും കൊണ്ടുവരും. നമ്മൾ വികസനത്തെക്കുറിച്ച് ധാരാളം സംസാരിക്കാറുണ്ടല്ലോ. സ്മാർട്ട് സിറ്റികൾ, പുതിയ എക്സ്പ്രസ് വേകൾ എന്നിവയെല്ലാം നല്ലതു തന്നെ. എന്നാൽ ഈ പുതിയ റോഡുകളിലൂടെ യാത്ര ചെയ്യുന്ന സാധാരണക്കാരുടെ ജീവൻ സംരക്ഷിക്കുക എന്നത് വികസനത്തിന്റെ ഏറ്റവും വലിയ ഭാഗമാണ്. അതെ അതെ. യാത്രക്കാരുടെ ജീവൻ സംരക്ഷിക്കാത്ത ഒരു വികസനവും ഒരിക്കലും പൂർണ്ണമല്ല. രാഷ്ട്രീയക്കാരും വോട്ടർമാരോട് വികസനം സംസാരിക്കുമ്പോൾ ഒപ്പം സുരക്ഷ കൂടി സംസാരിക്കണം. അതുപോലെ തന്നെ ആത്മീയ നേതാക്കൾക്കും ഇതിൽ വലിയ പങ്കുണ്ട്. അവരുടെ വാക്കുകൾക്ക് സമൂഹത്തിൽ വലിയ വിലയുണ്ട്. അവരും ഈ ഒരു സന്ദേശം ജനങ്ങളിലേക്കെത്തിക്കാൻ എപ്പോഴും ശ്രമിക്കണം. ഇതിനെയെല്ലാം ചേർത്താണ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഉത്തരവാദിത്വം എന്ന് വിളിക്കുന്നത്. വളരെ വ്യക്തമാണ് ആ കാര്യങ്ങൾ. വ്യക്തികളും സ്ഥാപനങ്ങളും ഒരുപോലെ വിചാരിച്ചാൽ മാത്രമേ ഈ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം കണ്ടെത്താൻ സാധിക്കൂ. നമ്മൾ ഈ അധ്യായത്തിന്റെ സാങ്കേതികവും അതുപോലെ മാനസികവുമായ ഒട്ടുമിക്ക വശങ്ങളും വളരെ വിശദമായി ചർച്ച ചെയ്തു കഴിഞ്ഞു. അതെ. ഇനി ഈ പുസ്തകത്തിലെ അവസാന ഭാഗത്തേക്ക് നമുക്ക് വരാം. ഈ സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഗ്രന്ഥകർത്താവ് എത്രത്തോളം ആഗ്രഹിക്കുന്നുണ്ട് എന്നത് ആ അവസാന വരികളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. അതെ, വളരെ വളരെ വികാരഭരിതമായ ഒരു അവസാനമാണത്. സയ്യദ് അബ്ദുൽ ഹക്കീം പറയുന്നത്, ഈ സന്ദേശം ഓരോ വ്യക്തികളിലേക്കും എത്തിക്കാൻ അദ്ദേഹം ഏത് അറ്റം വരെ പോകാനും തയ്യാറാണ് എന്നാണ്. ആവശ്യമെങ്കിൽ ഓരോ വീടുകളിലും കയറിയിറങ്ങാനും ജനങ്ങളുടെ മുന്നിൽ കൈകൾ കൂപ്പി അപേക്ഷിക്കാനും എന്തിന് കാലുപിടിക്കാൻ പോലും താൻ തയ്യാറാണെന്ന് അദ്ദേഹം പറയുന്നു. കാരണം അത്രത്തോളം വിലപ്പെട്ടതാണ് ഓരോ മനുഷ്യന്റെയും ജീവനും. ഒരാളുടെ ജീവൻ പൊലിയുമ്പോൾ അത് ആ വ്യക്തിയെ മാത്രമല്ല, അവരെ കാത്തിരിക്കുന്ന ഒരു വലിയ കുടുംബത്തെ കൂടിയാണ്, അവരുടെ ഭാവി കൂടിയാണ് ഇല്ലാതാക്കുന്നത് എന്ന് അദ്ദേഹം നമ്മളെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. ശരിക്കും ആ വാക്കുകളിലെ തീവ്രതയും നിസ്സഹായതയും നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിയും. ഈയൊരു സംസാരം കേട്ടുകഴിയുമ്പോൾ സ്വാഭാവികമായും കേൾക്കുന്ന നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളെ കാത്തിരിക്കുന്ന നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചാകും. തീർച്ചയായും. പക്ഷേ ഇന്ന് ഈ അന്വേഷണം നമ്മൾ അവസാനിപ്പിക്കുമ്പോൾ തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യം കൂടി നിങ്ങൾ ചിന്തിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജീവന്റെ മാത്രം ഉത്തരവാദിയല്ല. ആ റോഡിലൂടെ പോകുന്ന നൂറുകണക്കിന് അപരിചിതരുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു അപ്രതീക്ഷിത വേരിയബിളാണ്. ശരിയാ. നിങ്ങൾ കാണിക്കുന്ന ഒരു ചെറിയ അശ്രദ്ധ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു തെറ്റായ തീരുമാനം അത് ഒരുപക്ഷേ നഷ്ടപ്പെടുത്തുന്നത് നിങ്ങളുടെ ജീവനാകില്ല, മറിച്ച് തികച്ചും നിരപരാധിയായ മറ്റൊരാളുടെ ജീവനാകാം. ഒരു തെറ്റും ചെയ്യാത്ത ഒരാളുടെ കുടുംബത്തെ അനാഥമാക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമാണുള്ളത്? സ്വന്തം അശ്രദ്ധ കൊണ്ട് മറ്റൊരാളുടെ മരണം ജീവിതകാലം മുഴുവൻ ഒരു കുറ്റബോധമായി പേരാൻ നിങ്ങൾ ശരിക്കും തയ്യാറാണോ? ഈ ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക. റോഡിലെ ഓരോ നീളവും ഓർമ്മിപ്പിക്കുന്നത് ആ വലിയ ഉത്തരവാദിത്വമാണ്. സുരക്ഷിതരായിരിക്കുക, മറ്റുള്ളവരെ സുരക്ഷിതരായിരിക്കാൻ അനുവദിക്കുക. മികച്ചൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം.